നമസ്കാരം, പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. വയനാട് നിയോജകമണ്ഡലത്തിലെ സുൽത്താൻ ബത്തേരി എന്ന പേര് യഥാർത്ഥത്തിൽ ഗണപതി വട്ടം എന്നാക്കി മാറ്റുന്നതിനാണ് താൻ മുൻതൂക്കം കൊടുക്കുന്നതെന്ന് കേരള BJP അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. എങ്ങനെയാണ് ഗണപതി വട്ടം സുൽത്താൻ ബത്തേരിയായത്? ടിപ്പു സുൽത്താനും ഇതുമായി എന്താണ് ബന്ധം? ഗണപതി വട്ടം എന്നറിയപ്പെട്ടിരുന്ന വയനാട്ടിലെ ഒരു പട്ടണം ടിപ്പു സുൽത്താൻ്റെ മലബാർ പ്രചാരണത്തെ തുടർന്ന് സുൽത്താൻ ബത്തേരി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആനി രാജയ്ക്കുമെതിരെ ത്രികോണ പോരാട്ടത്തിലാണ് വയനാട്ടിലെ BJP സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ. സുൽത്താൻ ബത്തേരി എന്ന മുനിസിപ്പൽ പട്ടണത്തിൻ്റെ പേര് 18-ാം നൂറ്റാണ്ടിലെ മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനും 1789 മലബാർ കീഴടക്കിയതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സുൽത്താൻ ബത്തേരിയുടെ കഥ സമ്പന്നവും സങ്കീർണവുമാണ്. നിയോലിത്തിക് വേരുകളുള്ള ഈ പട്ടണം ആദിവാസികളുടെയും ആക്രമണകാരികളുടെയും കൊളോണിയൽ ഭരണാധികാരികളുടെയും വൈവിധ്യമാർന്ന സംസ്കാരങ്ങളാൽ രൂപപ്പെട്ടതാണ്. കേരളത്തിലെ ഏറ്റവും വൃത്തിയുള്ള പട്ടണമായ സുൽത്താൻ ബത്തേരി മൈസൂർ ഭരണകാലത്ത് ആയുധങ്ങളും വെടിക്കോപ്പുകളും വലിച്ചെറിയുന്ന സ്ഥലമായിരുന്നുവെന്ന് കേരള ടൂറിസത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പറയുന്നു. 1700കളുടെ രണ്ടാം പകുതിയിൽ ടിപ്പു സുൽത്താൻ്റെ മലബാർ പ്രദേശത്തെ അധിനിവേശ വേളയിൽ മൈസൂർ രാജാവ് ഒരു കലാപം അടിച്ചമർത്താൻ പോകുന്ന പ്രദേശത്തേക്കുള്ള ടിപ്പു സുൽത്താൻ്റെ വഴിയിലായിരുന്നു ഈ പട്ടണം. ടിപ്പുവിൻ്റെ സൈന്യം ഗണപതി വട്ടം പട്ടണത്തെ ബാറ്ററി സൂക്ഷിക്കുന്നതിനുള്ള ഒരു സ്ഥലമായി ഉപയോഗിച്ചു. ബ്രിട്ടീഷ് കൊളോണിയൽ രേഖകൾ പ്രകാരം ഈ നഗരം സുൽത്താൻ്റെ ബാറ്ററി എന്നറിയപ്പെട്ടു. ഈ സൈറ്റിൽ അദ്ദേഹം തൻ്റെ ബാറ്ററി സ്ഥാപിച്ചു. ഇന്ന് സുൽത്താൻ ബത്തേരിയുടെ മുഴുവൻ പേരും അതേ പേരിലാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് പട്ടണത്തിൻ്റെ ഔദ്യോഗിക നാമമാണ്. അത് മാറ്റാനാണ് BJP നേതാവ് ശ്രമിക്കുന്നത്. സുൽത്താൻ ബാറ്ററി കാലക്രമേണ സുൽത്താൻ ബത്തേരിയായി. ജൈന സമുദായത്തിനും ഈ നഗരം പ്രാധാന്യമുള്ളതാണ്. 13-ാം നൂറ്റാണ്ടിലെ ഒരു ജൈന ക്ഷേത്രം വിജയനഗര രാജവംശത്തിൻ്റെ ഭരണകാലത്ത് പണിതതാണെന്ന് പറയപ്പെടുന്നു. ഈ ക്ഷേത്രം ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു സംരക്ഷിത സ്മാരകമാണ്. മൈസൂരിനും അറബിക്കടലിൻ്റെ തുറമുഖങ്ങൾക്കും ഇടയിലുള്ള റൂട്ടിലുള്ള ഗണപതി വട്ടം പട്ടണം ഒരു വ്യാപാര കേന്ദ്രമായും ഇടത്താവളമായും പ്രാധാന്യം നേടി. സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ വെബ്സൈറ്റിൽ പറയുന്നതനുസരിച്ച് ഗണപതി വട്ടത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും റിപ്പോർട്ടുകളിൽ ഇടയ്ക്കിടെ ഉദ്ധരിക്കപ്പെടുന്നു. ബ്രിട്ടീഷ് രേഖകൾ ഗണപതി പാളയം എന്ന പേരിൽ ഒരു പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പോലീസ് പിക്കറ്റിനെ പരാമർശിക്കുന്നു. തത്ഫലമായി ബ്രിട്ടീഷുകാർ നഗരത്തിൻ്റെ പേരായി സുൽത്താൻ ബത്തേരി എന്ന പേര് സ്വീകരിച്ചു. ഗണപതി വട്ടത്ത് ടിപ്പു സുൽത്താൻ്റെ ആയുധപുര ഉണ്ടായിരുന്നു. അതേസമയം സുരേന്ദ്രൻ്റെ പരാമർശം ജനശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള ശ്രമമല്ലാതെ മറ്റൊന്നുമല്ലെന്ന് കോൺഗ്രസ് നേതാവും MLA യുമായ T. സിദ്ദിഖ് പറഞ്ഞു.